കാരണം നമ്മൾ തപാലിലൂടെ നീന്തൽ ഓടിക്കുന്ന ഒരു അവസ്ഥയായി പോകും. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മളൊരു യൂസ്ഡ് കാർ എടുക്കുന്ന ടൈമിൽ ആ വാഹനം ഒരു മേജർ ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളതാണ് ഞാൻ വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ആപ്രോൺ ആണ്. കാരണം ഈ ആപ്രോണിന്റെ മുകളിലാണ് അലൈൻമെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ആപ്രോൺ എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഒരു മേജർ ആക്സിഡന്റിൽ ആപ്രോൺ മാറുക, ആപ്രോൺ റിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ അലൈൻമെന്റ് ഒരിക്കലും ശരിയാവില്ല. ടയർ ചെത്തിപ്പോവുക, സസ്പെൻഷന്റെ പ്രശ്നങ്ങൾ, വണ്ടി ഒരു സൈഡിലോട്ടേക്ക് വലിക്കുക, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഡ്രൈവ് ചെയ്യാൻ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ആപ്രോണിന് പറ്റുന്ന ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മേജർ ആക്സിഡന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. വണ്ടീൻ്റെ ഒരു ആപ്രോൺ ഏരിയ ആണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനീൻ്റെ പഞ്ചിങ്ങുകൾ കാണാം. അതായത് സ്പോട്ട് വെൽഡിങ്ങിന്റെ പഞ്ചിങ്ങുകളാണ് കാണുന്നത്. പിന്നെ ഇതിന്റെ മുകളിലുള്ള പേസ്റ്റിംഗ് ഉണ്ട്, വളരെ ഹാർഡായിട്ടുള്ള പേസ്റ്റിംഗ് ആണ് ഈ ആപ്രോണിന്റെ മുകളിൽ വരിക. പല വണ്ടിക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ ബോഡിയിൽ വന്നിരിക്കുന്ന ഡാമേജസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബീഡിങ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പഞ്ചിങ്ങുകൾ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇതാണ് സ്പോട്ട് വെൽഡിങ്ങിന്റെ പഞ്ചിങ്ങുകൾ. ഇപ്പോൾ എന്തെങ്കിലും റിപ്പയറിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഞ്ചിങ്ങുകളൊക്കെ ഇവിടുന്ന് ലോസ് ആവും. അതായത് പഞ്ചിങ് പോയിട്ട് ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഈ പഞ്ചിങ്ങുകൾ കാണാൻ പറ്റില്ല. ഇപ്പം ബാക്കിൽ നോക്കുകയാണെങ്കിലും ഇപ്പോൾ റിയറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്വാർട്ടർ പാനൽ, ഈ കാണുന്ന ക്വാർട്ടർ പാനലിന് ഇതേപോലെ ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ബീഡിങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പഞ്ചിങ് കാണാൻ പറ്റും. ഈ സെയിം പഞ്ചിങ് നമുക്ക് എല്ലാ ഭാഗത്തും പരിശോധിച്ച് നോക്കാം. ഇപ്പം നമ്മൾ റിയറിൽ നോക്കുകയാണെങ്കിൽ ബൂട്ടിൻ്റെ അവിടെയും നമുക്ക് ഇത്തരം പഞ്ചിങ്ങുകൾ കാണാൻ പറ്റും. ഇപ്പോൾ പല വണ്ടിക്ക് പല രീതിയിലായിരിക്കും. നമ്മൾ ഈ ക്വാർട്ടർ പാനൽ, അതായത് റിയർ ഫെൻഡർ കട്ട് ചെയ്ത് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചിങ്ങുകളാണ് നമ്മൾ സാധാരണ രീതിയിൽ ചെക്ക് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഒരു യൂസ്ഡ് കാർ എങ്ങനെ സ്വന്തമായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അതിൽ മെയിനായിട്ട് എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പഞ്ചിങ് നോക്കുക, ഈ ആപ്രോണിൻ്റെ പേസ്റ്റിങ് നോക്കുക. അതായത് ഈ പഞ്ചിങ് എന്ന് പറയുന്നത് നമ്മളെ ഈ സ്പോട്ട് വെൽഡിങ്ങിൻ്റെ മാർക്കുകൾ. പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് പഠിച്ചിട്ട് നിങ്ങളൊരു വണ്ടി ഇൻസ്പെക്ഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ തപാലിലൂടെ നീന്തൽ ഓടിക്കുന്ന ഒരു അവസ്ഥയായി പോകും. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങളിവിടെ കാണുന്നത് ഒരു മേജർ ആക്സിഡന്റ് പെട്ട വാഹനത്തിന് വേണ്ട ആപ്രോൺ വേറൊരു വണ്ടിയിൽ നിന്നും ബോഡി ഫ്രെയിം അടക്കം കട്ട് ചെയ്ത് മാറ്റിവെക്കാൻ കൊണ്ടുപോകുന്നതാണ്. മുമ്പ് സുരേഷ് ഏട്ടൻ പറഞ്ഞ രീതിയിൽ നമ്മൾ ആപ്രോൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഒറിജിനൽ ആയിട്ട് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള കാർ ടെക്നീഷ്യനും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളുകൾക്കും മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ടുള്ള പല യൂസ്ഡ് കാറിലും ഇതുപോലെ പകുതി കട്ട് ചെയ്തതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ ഈ വീഡിയോന്റെ ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മുടെ സ്പോട്ട് വെൽഡിംഗ് മാർക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെ പകുതി മുറിച്ച വാഹനങ്ങളിലൊക്കെ ഈ രീതിയിലാണ് ഫേക്ക് ആയിട്ട് ഈ സ്പോട്ട് വെൽഡിംഗ് മാർക്കുകൾ റീക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു എക്സ്പേർട്ട് അല്ലാത്ത ആൾ നോക്കുന്ന സമയത്ത് ഇത് ഒറിജിനൽ ആയിട്ട് മാത്രമാണ് ഫീൽ ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ പഠിപ്പിക്കുന്ന ഇൻസ്പെക്ഷൻ വീഡിയോ കണ്ടിട്ട് ഒരു വണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത്തരം ഉടായ്പ വണ്ടികൾ നിങ്ങളുടെ തലയിൽ കിടക്കും. ഒരു പ്രൊഫഷണൽ യൂസ്ഡ് കാർ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.